ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം. 33 അധ്യായത്തിൽ ഏശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്നു. യാക്കോബ് ഭയപ്പെട്ടതുപോലെയൊന്നും അവിടെ സംഭവിച്ചില്ല. ഏശാവ് വളരെ സ്നേഹത്തോടെ യാക്കോബിനെ സ്വീകരിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ പിരിഞ്ഞു പോകുന്നു. ഏശാവ് താൻ വന്ന സ്ഥലത്തേക്ക് പോകുന്നു. യാക്കോബും അവിടെ നിന്ന് യാത്രയാവുന്നു. യാക്കോബ് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് യാക്കോബിൻ്റെ ലേയ എന്ന ഭാര്യയിൽ നിന്ന് ജനിച്ച ദീന എന്ന പെൺകുട്ടി അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വലിയ ഹൃദയവേദന തനിക്ക് ഉളവാക്കിയ ഒരു സംഭവമായിരിക്കണമല്ലോ അത്. ദൈവത്തെ നേരിൽ കണ്ടും അവൻ്റെ പേര് പോലും മാറി ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായും പ്രതിസന്ധി ഘട്ടങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. വീണും എഴുന്നേറ്റുമാണ് വളർച്ചയുടെ പൂർണ്ണതയിൽ ഒരാൾ എത്തുന്നത്. വീഴാതെ ഒരു ശിശുവിനും വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തുക സ്വാഭാവികമല്ല. ആ വളർച്ചയിലേക്ക് അവൻ വരുമ്പോൾ പല പ്രാവശ്യം അവൻ വീഴുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യും. വീഴുമെന്ന് വിചാരിച്ച് അവനെ നിരാശപ്പെട്ട് അവിടെ തന്നെ കിടക്കാറില്ല. എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമം ഓരോ ശിശുവും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ആധ്യാത്മികമായ ജീവിതവും. പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും അനുനിമിഷം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ചിലപ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിക്കാം. വീണു എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഉരുളുന്നതല്ല, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത. പത്രോസ് അപ്പോസ്തലനെ നമ്മൾ കാണുന്നു. പലപ്പോഴും അദ്ദേഹം വീണുപോയിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റ് കുരിശിങ്കൽ വരെ അദ്ദേഹം വളർന്നു എന്ന് പറഞ്ഞാൽ തലകീഴായി ക്രൂശിക്കപ്പെടാൻ തക്കവണ്ണം ഒരു വലിയ വളർച്ച പത്രോസ്ലീഹായി നമുക്ക് കാണാൻ പറ്റും. നമ്മിലുമുണ്ടാവേണ്ടത് ആധ്യാത്മികമായ വിശ്വാസപരമായ ഈ വലിയ വളർച്ചയാണ്. നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നു, ദീന പട്ടണം ചുറ്റാൻ പോയതാണ്. അല്ലെ, അതിൻ്റെ കൂട്ടുകാരികളുമായി ഒരുപക്ഷെ സ്നേഹം പങ്കുവയ്ക്കാൻ പോയതാവാം. അവൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകൻ ശേഖേമിന് ദീനയെ ഇഷ്ടപ്പെടുകയും അവൻ അവളെ ബലാത്കാരം ചെയ്യുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശേഖേം എന്ന് പറയുന്ന ഈ രാജകുമാരന് ദീനയെ നശിപ്പിക്കാൻ പ്ലാനൊന്നുമില്ലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതിനുശേഷം അവനോട് പ്രതികാരം ചെയ്യുവാൻ യാക്കോബിൻ്റെ മക്കൾ അതിന് തയ്യാറാകുകയാണ്. 5-6 വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, 8-9 വാക്യങ്ങൾ വരുമ്പോൾ യാക്കോബിൻ്റെ കുടുംബവുമായുള്ള ഒരു വിവാഹബന്ധത്തിന് രാജാവ് ആഗ്രഹിക്കുകയും അവിടെ ആ കാര്യം വന്ന് യാക്കോബിനോടും തൻ്റെ മക്കളോടും ഇവിടെയൊക്കെ വന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ മക്കൾ ശേഖേമിനെയും രാജാവിനെയൊക്കെ പറഞ്ഞ് ഇവിടെ കബളിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരാൾക്ക് ഞങ്ങളുടെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ അവൻ പരിച്ഛേദന ഏൽക്കണം. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള അടയാളമാണത്. അപ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിരിക്കാം. പക്ഷേ ഈ ഷേഖേമിന്
ദീന എന്ന പെൺകുട്ടിയിലുണ്ടായിരുന്ന ആ വലിയ മോഹം, എന്ത് ത്യാഗവും സഹിക്കുവാൻ അവൻ ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. രാജഭരണകാലമാണ്. രാജാവ് പറയുന്നതിനപ്പുറം മറ്റാർക്കും ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ആ നാട്ടിലുള്ള സകല ആളുകളും അങ്ങനെ പരിച്ഛേദന ഏൽക്കുകയാണ്. അതായത് പെണ്ണ് കെട്ടാൻ വേണ്ടി പരിച്ഛേദന എന്ന കർമ്മം അവരിവിടെ നടത്തുകയാണ്. ഇന്ന് പലരും വിശ്വാസത്തിനും ഇത്ര വില മാത്രമേ പലപ്പോഴും കൽപ്പിക്കുന്നുള്ളൂ. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒക്കെ ഏത് അറ്റം വരെയും വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ പലരും തയ്യാറാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 18 മുതൽ 24 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇവർക്ക് രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ മനസ്സിലിരിപ്പാണുള്ളത്. ശേഖേമിനും അവൻ്റെ പിതാവിനും അവർ ഈ പരിച്ഛേദന ഏൽക്കുന്നത് യാക്കോബിൻ്റെ ആടുമാടുകളും അവൻ്റെ സമ്പത്തുമെല്ലാം അവർക്ക് സ്വന്തമാക്കണം. കാരണം അവരുടെ നാട്ടിൽ ഇവനൊരു ചെറിയ സ്ഥലത്ത് വന്ന് താമസിക്കുന്നവനാണ്. യാക്കോബിൻ്റെ മക്കൾക്ക് ഇണക്കത്തിലൂടെ ശേഖേമിനെ വധിക്കണം, അഥവാ അവരുടെ സ്വത്തുക്കൾ കൊള്ള ചെയ്യണം. രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം വ്യത്യസ്തമാണ്. പക്ഷെ അത് പുറമേ കാണിക്കാതെ മനസ്സിൽ ആ വഞ്ചന വെച്ചുകൊണ്ടാണ് രണ്ടു കൂട്ടരും ഇങ്ങനെയൊരു ധാരണയിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്നും പലപ്പോഴും വിശ്വാസത്തെ ഈ രീതിയിലുള്ള കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇരുപത്തഞ്ചാം വാക്യം വരുമ്പോൾ നമ്മൾ കാണുന്ന ശീമോനും ലേവിയും കൂടി അവർ പരിച്ഛേദനയേറ്റ് വേദനയിലിരിക്കുന്ന 3-ാം ദിവസം ചെന്ന് വാൾ കൊണ്ട് അവരെയെല്ലാം അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിക്കൊന്നു മാത്രമല്ല, അവരുടെ പട്ടണം മൊത്തം കൊള്ളയടിക്കുകയും ചെയ്തു. ഈ കൊള്ളയടി അല്ലെങ്കിൽ ഈ പിടിച്ചെടുക്കൽ ലാബാന്റെ ഭവനത്തിൽ വെച്ച് അവിടെ വളർന്നതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കാം. യാക്കോബ് ഇതിനൊരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതായിരുന്നു. 30-ാം വാക്യം വരുമ്പം യാക്കോബ് തനിക്ക് മാനക്കേട് വരുത്തിയതിനെക്കുറിച്ച് മക്കളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആ തെറ്റിനെ അവരെ ശാസിക്കുന്നുമില്ല. മക്കൾക്കതിനുള്ള ന്യായീകരണമുണ്ട്. തങ്ങളുടെ പെങ്ങളെ മറ്റൊരാൾ മാനഭംഗപ്പെടുത്തിയപ്പോൾ അവനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരിക്കലും നമുക്കങ്ങനെ പ്രതികാരം ചെയ്യുവാനുള്ള അവകാശമില്ല. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. എന്നാൽ പഴയ നിയമകാലത്ത് പകരത്തിന് പകരം ചെയ്യുന്ന ഒരു ന്യായപ്രമാണത്തിൻ്റെ മനോഭാവമാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ ആ മനോഭാവം എല്ലാം പൂർണ്ണമാക്കി മാറ്റി. പഴയ നിയമത്തിൽ ശത്രുവിനെ ദ്വേഷിക്കുക, മിത്രത്തെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചിരുന്നു കർത്താവ്. മാത്രമല്ല, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതായിരുന്നു ന്യായപ്രമാണം. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, ഒരു ചെകിട് തളിക്കുന്നവനെ മറു ചെകിട് കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ നീ സ്നേഹിക്കുക. ഇതാണ് പുതിയ നിയമത്തിൽ
കർത്താവ് നമുക്ക് കാണിച്ചു തന്നതായ മാതൃക. ആരോടും പകരത്തിന് പകരം ചെയ്യുവാനോ പ്രതികാരം ചെയ്യുവാനോ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കുന്നില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം മനുഷ്യജീവിതത്തിൽ ഈ സമയത്തുണ്ടാവുന്നില്ല. അവർക്ക് അങ്ങനെ മാത്രമേ, അവരുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളും വിശ്വാസത്തിൻ്റെ വളർച്ചയിലായിരിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നതിൽ നിന്ന് ഒരു വളർച്ച നമുക്ക് ഉണ്ടാകുമ്പോൾ മനോഭാവത്തിനും മാറ്റം നമുക്കുണ്ടാവേണ്ടതാണ്. എന്തായാലും യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം വേദനാജനകമായൊരു അനുഭവം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് യാക്കോബ് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ബഥേലിനെ ലക്ഷ്യമാക്കിയാണ് യാക്കോബ് യാത്ര ചെയ്ത. ബഥേലിൽ ചെന്നാൽ മതിയായിരുന്നു. അതിനു മുൻപ് ഈ സ്ഥലത്ത് തങ്ങിയതാണ് പ്രശ്നമായിട്ട് മാറിയത്. നമ്മളും നമ്മുടെ ലക്ഷ്യബോധ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത ചില സ്ഥലത്ത് നമ്മൾ താമസിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യാം. ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. അത് പ്രാർത്ഥനയിലൂടെ, സഹന മനോഭാവത്തിലൂടെ അതിനെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസികളെന്ന പേരിന് യോഗ്യരായിട്ട് തീരുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ, ആ സഹന മനോഭാവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. ആ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.